Dear students, good morning all. Once more all are welcome to Corporate Accounting new video classroom. Last class നമ്മൾ ഏതാനും ഐറ്റംസിന് അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതാനും ഐറ്റംസിനെ നമ്മൾ പരിചയപ്പെട്ടു എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടും ട്രയൽ ബാലൻസിനകത്തായിട്ടും വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ ഇവൻറ്റിനെയും ട്രീറ്റ് ചെയ്ത് പോകാമെന്ന്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റും കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് പോയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഐറ്റവും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹെഡിങ് കൊടുക്കുക, ട്രീറ്റ്മെൻറ്റ് സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. That means while preparing the revenue and final account of insurance companies, then how to treat the following items. Number 1, outstanding claims. നമുക്കറിയാം, ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സം എമൗണ്ട് ആണ് ക്ലെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, പേയ്മെന്റ് നടത്തിയിട്ടില്ല, പെൻഡിങ്ങിൽ കിടക്കുകയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ക്ലെയിംസ്, അപ്പോൾ ക്ലെയിമിൻ്റെ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ദെൻ ഇത് ക്വസ്റ്റ്യനകത്ത് 2 പ്ലേസിലാണ് നമുക്ക് തന്നിരിക്കുക. ഒന്നുകിൽ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്. ട്രയൽ ബാലൻസിനകത്ത് തന്നെ അറ്റ് ദ ബിഗിനിങ് ബാലൻസ്, അറ്റ് ദ എൻഡ് ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗിനിങ് പീരിയഡിലെ എമൗണ്ട് തന്നാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അറ്റ് ദ ബിഗിനിങ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അറ്റ് ദ എൻഡ് ഇൻ ദി ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്താണ് ഇങ്ങനെ ഒരു ഐറ്റം തരുന്നതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ത് ചെയ്യുന്നു, ക്ലെയിംസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. പറഞ്ഞു പോകരുത്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എമൗണ്ട് ട്രയൽ ബാലൻസിൽ ബിഗിനിങ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ അത് ക്ലെയിംസ്, അതായത് ബെനഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 4ലാണ് ക്ലെയിംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലെയിംസിൽ നിന്നും എന്ത് ചെയ്യണം, ഈ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഡിഡക്റ്റ് ചെയ്യുന്നു. ഷെഡ്യൂൾ നമ്പർ 4ൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും, റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അറ്റ് എ സെയിം ടൈം ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ then treated as current liability ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 13. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ ഒരിടത്ത് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിന്റെ ക്ലെയിംസിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നതെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഷെഡ്യൂൾ നമ്പർ 13 ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിംസ് വിത്തിൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, നമുക്കറിയാം. അഡ്ജസ്റ്റ്മെന്റ് അകത്ത് ഒരു ഇവന്റ് തന്നാൽ 2 അതിനെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, 2 ഭാഗത്ത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഷെഡ്യൂളുകളും വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യില്ല, ഇത് എഫക്ട് ചെയ്യൂല. സോ അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അഡ്ജസ്റ്റ്മെന്റിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ then at the end പീരിയഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്ലെയിംസിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദെൻ ഇവിടെ നമ്മൾ ക്ലെയിംസിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് ഏതാ, ഓപ്പണിംഗ് ബാലൻസാണ്. ബിഗിനിങ് പീരിയഡിലുള്ളത് ട്രയൽ ബാലൻസിലാണെങ്കിൽ ക്ലെയിംസിൽ നിന്ന് കുറച്ചു. അതേസമയം എൻഡ് അഡ്ജസ്റ്റ്മെന്റിലാണെന്ന് പറഞ്ഞപ്പോൾ ക്ലെയിംസിന്റെ കൂടെ ആഡ് ചെയ്തു. ക്ലിയർ. ദെൻ 2 കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പോർഷൻ എവിടെ വരിക, ഷെഡ്യൂൾ നമ്പർ 13, അതായത് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ. അപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ട്രയൽ ബാലൻസിലാണെങ്കിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം, ഈ എൻഡിലുള്ള ഇവന്റ് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അഡീഷണൽ എവിടെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 4ൽ ഒറിജിനൽ ക്ലെയിംസിന്റെ കൂടെ ആഡ് ചെയ്തു. അതായത് കറണ്ട് ഇയറിൽ കൊടുക്കാനുള്ള ക്ലെയിംസിന്റെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിമും കൂടി കൂട്ടിയിട്ട് വേണം
കൊടുക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ടുള്ള ക്ലെയിംസ് എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പോളിസി ഹോൾഡറിന് ക്ലെയിം എമൗണ്ട് ഡിക്ലെയർ ചെയ്തു പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിംസ്, ക്ലെയിം എമൗണ്ട് കൊടുക്കാതെ പെൻഡിങ്ങിൽ കിടക്കുന്നു. ദെൻ ട്രയൽ ബാലൻസിൽ തന്നിരിക്കാം, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കാം. ട്രയൽ ബാലൻസ് തന്നെ ഓപ്പണിംഗ് ബാലൻസും തന്നിരിക്കാം, ക്ലോസിംഗ് ബാലൻസും തന്നിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ദെൻ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ ക്ലെയിംസ് എന്ന് ഡിഡക്ട് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ നമ്പർ 30 കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ അഡ്ജസ്റ്റ്മെന്റിന് എൻഡിങ് പീരീഡിലാണെങ്കിൽ നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 30 എഴുതണം. അഡീഷണൽ എവിടെ എഴുതുന്നു ചോദിച്ചാൽ ക്ലെയിംസിൽ ആഡ് ചെയ്ത് കാണിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ്, റീഇൻഷുറൻസ് ക്ലെയിംസ്. ദാറ്റ് മീൻസ് ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്. റീഇൻഷുറൻസ് എന്ന് ക്ലെയിം കിട്ടുകയാണ്. ദെൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ ഇൻഷുറർ. ഇപ്പോൾ ഒറിജിനൽ ഇൻഷുറർ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ഓഫീസിലാണ് ഇൻഷുറൻസിൻ്റെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്തു, വടകരയിലുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് റീഇൻഷുറൻസ് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ കോഴിക്കോട്ടെ, ദാറ്റ് മീൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ ഇൻഷുറർ, കോഴിക്കോട് ഇൻഷുറൻസ് കമ്പനിക്കാർ അക്കൗണ്ട്സ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഇൻഷുററിൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റീ ഇൻഷുറൻസ് ക്ലെയിംസ്. അപ്പോൾ രണ്ട് ഭാഗത്താണ് നമുക്ക് തന്നിരിക്കുക ക്വസ്റ്റ്യനിൽ. ദെൻ ഐദർ ഇൻ ട്രയൽ ബാലൻസ് ഓർ അഡ്ജസ്റ്റ്മെന്റ്, ഒന്നുകിൽ ട്രയൽ ബാലൻസിനകത്താവാം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് അകത്താവാം. അപ്പോൾ ട്രയൽ ബാലൻസിനകത്താണ് നമുക്ക് ഈ പറയുന്ന റീ ഇൻഷുറൻസ് ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തരുന്നതെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടത് ഡിഡക്റ്റ് ഫ്രം ക്ലെയിംസ് പെയ്ഡ്. അതായത് റീ ഇൻഷുറൻസിൻ്റെ ക്ലെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലെയിംസ് പേ ചെയ്തതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ ഇൻഷുറർ. ഒറിജിനൽ ഇൻഷുററിൻ്റെ ബുക്സിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്ന് ഈ റീ ഇൻഷുറൻസിൻ്റെ ക്ലെയിം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിനകത്താണ് ഇത് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് അകത്താകുമ്പോൾ രണ്ടിടത്ത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെ? ഒന്ന് ഡിഡക്റ്റ് ഫ്രം ക്ലെയിംസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ, അതായത് ട്രയൽ ബാലൻസിലുള്ളപ്പോൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ക്ലെയിംസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു. ക്ലെയിംസ് ഏത് ഷെഡ്യൂളിലാണ് എഴുതുക? ഷെഡ്യൂൾ നമ്പർ 4 ട്രീറ്റ് ചെയ്യുക. ക്ലെയിംസ് സറണ്ടർ, ബോണസ്, ഈ പറയുന്ന ആനുറ്റീസ്, ഇതൊക്കെ റൈറ്റ് ചെയ്യുന്നത് എവിടെ? ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കാണിച്ചു. രണ്ടാമത്തെ പാർട്ട് എവിടെ ട്രീറ്റ് ചെയ്യുന്നു? ഷെഡ്യൂൾ നമ്പർ 12. ദാറ്റ് മീൻസ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്ന അസറ്റ് സൈഡിലുള്ള ഹെഡിൽ, ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്സിൻ്റെ ഒരു പോർഷനാണ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്നത്. ആ ഷെഡ്യൂൾ നമ്പർ 12 ഈ റീ ഇൻഷുറൻസ് ക്ലെയിം ഒറിജിനൽ ഇൻഷുറർ റൈറ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുക. എവിടെ തന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഇവൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നമ്മോട് പറയുകയാണ് റീ ഇൻഷുറൻസ് ക്ലെയിം ₹10,000 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 10,000 റുപ്പീസ് എവിടെ ഡിഡക്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ചെയ്യേണ്ടത് ഷെഡ്യൂൾ നമ്പർ 4 ക്ലെയിംസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതായിരിക്കണം അവിടെ കൊടുക്കുന്ന നെറ്റ് ക്ലെയിം എമൗണ്ട്. ദെൻ അതുപോലെ തന്നെ ആ എമൗണ്ട് അതർ അസറ്റ്സ് എന്ന് പറയുന്നത്, അതായത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 12 നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് റീ ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. തേർഡ് ആൻഡ് ഫോർത്ത് ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് ആനുറ്റീസ്. ദെൻ ഫോർത്ത് വൺ ആനുറ്റീസ് പെയ്ഡ്. നമുക്കറിയാം ആനുറ്റീസ് ട്രീറ്റ് ചെയ്യേണ്ടത് ഷെഡ്യൂൾ നമ്പർ 4 റവന്യൂ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കാണിക്കുക ആനുറ്റീസ്. ഓക്കെ, സറണ്ടർ, ആനുറ്റീസ്, ദെൻ ബോണസ്, ഈ പറയുന്ന ഇവൻ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് എവിടെ? ഷെഡ്യൂൾ നമ്പർ 4 വിത്ത് ക്ലെയിം. ദെൻ ഇപ്പോൾ ആനുറ്റീസ് ഔട്ട്സ്റ്റാൻഡിങ് ആയി, അതുപോലെ ആനുറ്റീസ് പേ ചെയ്തു. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയ ആനുറ്റീസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആനുറ്റീസ് ഗിവൺ ഇൻ ദി ഐദർ ട്രയൽ ബാലൻസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ട് പാർട്ടിലും തന്നിരിക്കാം. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ഇതിലേതെങ്കിലും ഒരു ഇവൻറ്റും തരും. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് അകത്തും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ട്രയൽ ബാലൻസിനകത്താണ് തന്നതെങ്കിൽ അത് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ട്രയൽ ബാലൻസിൽ തന്നാൽ എന്ത് ചെയ്യുന്നു? ആനുറ്റീസ് പേ ചെയ്തതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു.
ഡിഡക്ട് ഫ്രം ആനുറ്റീസ് പെയ്ഡ്. അതായത് റവന്യൂ അക്കൗണ്ടിൻ്റെ ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഹെഡിൽ എന്ത് ചെയ്യും, ആനുറ്റീസ് എമൗണ്ടിൽ നിന്ന് ഈ പറയുന്ന ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദെൻ ട്രയൽ ബാലൻസ് തന്നെ ക്ലോസിംഗ് ആണ് എമൗണ്ട് തന്നതെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ആനുറ്റീസ് ക്ലോസിംഗ് വാല്യൂ ആണ് ട്രയൽ ബാലൻസിനകത്ത് തന്നതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 13. ഷെഡ്യൂൾ നമ്പർ 13 എവിടെ ഓപ്പൺ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് ഷെഡ്യൂൾ നമ്പർ 13 വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇതേ ഔട്ട്സ്റ്റാൻഡിംഗ് ആനുറ്റീസ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അഡീഷണൽ ഇൻഫോർമേഷനിലാണ് തന്നതെങ്കിൽ അതന്നെ ക്ലോസിംഗ് ബാലൻസ് അറ്റ് എൻഡ് പീരിയഡിലുള്ള വാല്യൂ ആണ് തന്നത്. അതായത് ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് എങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ ആനുറ്റീസ് പെയ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ, അതായത് ബിഗിനിങ് പീരിയഡിലെ എമൗണ്ട് ആണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആനുറ്റീസിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിച്ചു. അതേസമയം ക്ലോസിംഗ് വാല്യൂ ആണ് തന്നതെങ്കിൽ ആനുറ്റീസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു. ദെൻ ഷെഡ്യൂൾ നമ്പർ 13 ഏതാ ഷെഡ്യൂൾ നമ്പർ 13? കറണ്ട് ലാബിലിറ്റി. അപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 13 ബാലൻസ് ഷീറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ദെൻ ആനുറ്റീസ് പെയ്ഡ്, ഇത് വളരെ പോപ്പുലർ ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റാണ്. ആനുറ്റീസ് പേ ചെയ്തു അല്ലെങ്കിൽ ആനുറ്റീസ് എന്ന് മാത്രം പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആനുറ്റീസ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസ് തരുന്നതും ആനുറ്റീസ് പെയ്ഡ് എന്ന് പറയുന്നതും എന്താണ്, രണ്ടും രണ്ട് എമൗണ്ട് ആണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ആണോ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് എന്നൊന്നും പറയാതെ ട്രയൽ ബാലൻസ് തന്നിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്, കറണ്ട് ഇയറിൽ കൊടുത്തിട്ടുള്ള ആനുറ്റീസ് എമൗണ്ട് ആണ്. അതാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആനുറ്റീസ് പെയ്ഡ് ട്രയൽ ബാലൻസിനകത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷെഡ്യൂൾ നമ്പർ 4 ദാറ്റ് മീൻസ് ആനുറ്റീസ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ക്ലെയിംസിൻ്റെയും സറണ്ടറിൻ്റെയും അതുപോലെ ക്ലെയിം, സറണ്ടർ, ദെൻ ആനുറ്റീസ് എന്ന് പറയുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ഷെഡ്യൂൾ നമ്പർ 4 വർക്കൗട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, കറണ്ട് ഇയറിലെ ആനുറ്റീസ് പേ ചെയ്തത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഐറ്റം ബോണസ്, 5th വൺ. ഇപ്പോൾ ബോണസ് ഇൻ ക്യാഷ്, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ഇൻ്ററിംഗ് ബോണസ്. അപ്പോൾ ബോണസ് ക്യാഷ് ആയിട്ട് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, പ്രീമിയം അടക്കുന്നതിൽ നിന്നും കിഴിവ് വരുത്തി കൊടുക്കുന്നു. ദെൻ ഇൻ്ററിംഗ് ബോണസ് ഡിക്ലെയർ ചെയ്യുന്നു, ഇടക്കാല ബോണസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 കേസസ് അത് ട്രയൽ ബാലൻസിലാണ് ബോണസ് ഇൻ ക്യാഷ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 4 ദാറ്റ് മീൻസ് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം രണ്ടിടത്ത് തരാം, ട്രയൽ ബാലൻസിലാവാം അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലും ആവാം. അപ്പോൾ ട്രയൽ ബാലൻസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ നമ്പർ 4 റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ രണ്ടിടത്ത് ട്രീറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾ നമ്പർ 4 പ്ലസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഇവിടെ പ്രീമിയത്തിൽ റിഡക്ഷൻ അനുവദിച്ചു കൊടുത്തതാണല്ലോ. അപ്പോൾ പ്രീമിയം എമൗണ്ട് അതിൽ കുറഞ്ഞിട്ട് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വൽ പ്രീമിയം എമൗണ്ട് കിട്ടണമെങ്കിൽ ആ കുറഞ്ഞ് കിട്ടിയിട്ടുള്ള പ്രീമിയത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ബോണസ് എമൗണ്ടും കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയത്തിൻ്റെ കൂടെ ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നുള്ളത് ആഡ് ചെയ്യുകയും ദെൻ ഷെഡ്യൂൾ നമ്പർ 4 അത്രയും എമൗണ്ട് ബോണസ് കൊടുത്തതായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇൻ്ററിംഗ് ബോണസ്. ഇൻ്ററിംഗ് ബോണസ് ട്രയൽ ബാലൻസിനകത്താണ് തന്നതെങ്കിൽ ദെൻ ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ റൈറ്റ് ചെയ്യും. എങ്ങനെ ആയാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ക്ലെയിംസ്. ഈ ഇൻ്ററിംഗ് ബോണസ് ക്ലെയിം ഡിക്ലെയർ ചെയ്തതിൻ്റെ കൂടെ കൂടിയിട്ടില്ല എങ്കിൽ, അതായത് അതിനകത്ത് ഇൻക്ലൂഡ്, ഇപ്പോൾ ക്ലെയിം കൊടുക്കുന്നതിൻ്റെ കൂടെ ഇൻ്ററിംഗ് ബോണസ് എമൗണ്ടും കൊടുത്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഷെഡ്യൂൾ നമ്പറിൽ വീണ്ടും കാണിക്കേണ്ടതില്ല. അപ്പോൾ ആ എമൗണ്ട് കൂടും. അതായത് ഈ ഇൻ്ററിംഗ് ബോണസ് എമൗണ്ട് ഓൾറെഡി ക്ലെയിമിൻ്റെ കൂടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിമിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് പോയി. ദെൻ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വീണ്ടും ഇൻ്ററിംഗ് ബോണസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആയിട്ട് ഷെഡ്യൂൾ നമ്പർ 4 റൈറ്റ് ചെയ്യരുത്. അപ്പോൾ ക്ലെയിംസിൽ ഇൻക്ലൂഡഡ് ആവാത്ത ഇൻ്ററിംഗ് ബോണസ് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 4 റൈറ്റ് ചെയ്ത് പോകും. അത് ക്വസ്റ്റ്യനകത്ത് പറയും ഇഫ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓർ നോട്ട് ഇൻക്ലൂഡഡ് വിത്ത് ക്ലെയിംസ്. അപ്പോൾ ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ആണോ അല്ലെങ്കിൽ ആഡ് അല്ലേ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയും.
ആഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 4 സ്പെസിഫൈ ചെയ്ത് കാണിക്കണം ഇൻ്ററിംഗ് ബോണസ് എന്ന് പറയുന്നത്. അതല്ല ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ആ ക്ലെയിം എമൗണ്ട് മാത്രം ട്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലെയിം എമൗണ്ടും ആവും ഈ ഇൻ്ററിംഗ് ബോണസ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തതും കമ്പനീൻ്റെ കയ്യിൽ നിന്ന് പോയതായിട്ട് കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം 6th one, 7th one ലൈഫ് അഷുറൻസ് ഫണ്ട്. ട്രയൽ ബാലൻസിനകത്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ഓപ്പണിംഗ് ബാലൻസ് എങ്കിൽ എന്ത് ചെയ്യുന്നു? ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയത്തിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണ് ട്രയൽ ബാലൻസ് തന്നതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 എന്താ ഷെഡ്യൂൾ നമ്പർ 12 നമ്മൾ റൈറ്റ് ചെയ്യുക? അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ, അതായത് ഈ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രീമിയത്തിന്റെ കൂടെ ആഡ് ചെയ്തു പോകുന്നു. ഷെഡ്യൂൾ നമ്പർ 1 റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഷെഡ്യൂൾ നമ്പർ 1 ആഡ് ചെയ്യുന്നു. ദെൻ ഷെഡ്യൂൾ നമ്പർ 12 എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ഏതിന്റെ? ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം. ഓക്കെ, ദെൻ ലൈഫ് അഷുറൻസ് ഫണ്ട്. ലൈഫ് അഷുറൻസ് ഫണ്ട് ട്രയൽ ബാലൻസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് തരിക എല്ലായ്പ്പോഴും. അതായത് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫണ്ടാണ്, അതിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് കമ്പനീൻ്റെ. അപ്പോൾ അത്രയും ക്രെഡിറ്റബിലിറ്റി കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു വോളിയമാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഷെഡ്യൂൾ നമ്പർ 6 എന്താ? ഷെഡ്യൂൾ നമ്പർ 6ന്റെ ഹെഡിങ് റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഏത് കാണിക്കുക? ലൈഫ് അഷുറൻസ് ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് എല്ലായ്പ്പോഴും നമുക്ക് തരിക. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്തത്? റൺ ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ലൈഫ് അഷുറൻസ് ഫണ്ട് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്തതെങ്കിൽ അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 6 റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ നമ്പർ 6 നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്തു പോകും. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം 8th one അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്. അപ്പൊ ഇൻട്രസ്റ്റും ഡിവിഡൻഡും എന്ത് ചെയ്യുകയാണ്? അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻഡും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ദെൻ ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസിനകത്തും അഡ്ജസ്റ്റ്മെന്റിനകത്തും വന്നാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. എവിടെയാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക? ഷെഡ്യൂൾ നമ്പർ 1 അതായത് പ്രീമിയം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീമിയം റൈറ്റ് ചെയ്തതിന്റെ താഴെയായിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റ് ചെയ്യുക. അതായത് പ്രീമിയത്തിന്റെ ഹെഡിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സബ് ഹെഡിങ് ആണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. മൂന്നാമത്തെ സബ് ഹെഡിങ് എന്താണ്? അതർ ഇൻകംസ്. അപ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഹെഡില് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ് ചെയ്തതിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യുന്നു? ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിൽ ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. ദെൻ ക്ലോസിംഗ് ബാലൻസ് ആണ് ട്രയൽ ബാലൻസിൽ തന്നതെങ്കിൽ, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 റൈറ്റ് ചെയ്യുന്നു. എന്താ ഷെഡ്യൂൾ നമ്പർ 12? അതർ അസറ്റ്സ്. ദാറ്റ് മീൻസ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന ഷെഡ്യൂൾ നമ്പർ 12 റൈറ്റ് ചെയ്യുന്നു ക്ലോസിംഗ് ബാലൻസ്. ദെൻ ഇതേ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ രണ്ടിടത്ത് റൈറ്റ് ചെയ്യുന്നു. എവിടേക്കാണ് റൈറ്റ് ചെയ്യുക? ഒന്ന് ഇവിടെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിച്ചു. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പം ഈ വർഷത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസിലെ എമൗണ്ട് നമ്മൾ ആ വർഷം എൻഡിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ എൻഡിങ്ങിലുള്ള എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ ഷെഡ്യൂൾ നമ്പർ 12 ദാറ്റ് മീൻസ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലും കൂടി ട്രീറ്റ് ചെയ്യണം. അതായത് റവന്യൂ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തു, അതുപോലെ ബാലൻസ് ഷീറ്റിലും നമ്മൾ ട്രീറ്റ് ചെയ്തു. ഏതായിട്ടാണ്? അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡിന്റെയും ഇൻട്രസ്റ്റിന്റെയും എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വന്നതിനെയാണ് അക്രൂഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് ട്രീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക് 9th one റിവേർഷൻ ആൻഡ് 10th one ഇൻകം ടാക്സ്. രണ്ട് ഇവന്റ്. അപ്പോൾ റിവേർഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ ഉണ്ടാകുന്ന റിവേർഷൻസ് ആണ്.
എന്നാൽ റിവേഴ്ഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ നമ്പർ 8 നമ്മൾ റൈറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് ട്രയൽ ബാലൻസിനകത്താണ് സാധാരണ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് വന്നാൽ ഷെഡ്യൂൾ നമ്പർ 8 റിവേഴ്ഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെഡിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, 10th വൺ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ കേസിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, ദെൻ ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ്. ഇങ്ങനെ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് മിയർ ഇൻകം ടാക്സ് ഉണ്ട്. മിയർ ഇൻകം ടാക്സ്, മിയർ ഇൻകം ടാക്സ്. അപ്പോൾ ഇവിടെയാണ് ഈ കേസസ് കടന്നു വരുന്നത്. അതായത് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ പ്രോഫിറ്റ്. അപ്പോൾ ഇത് വലിയ മേജർ കേസായിട്ടൊന്നും എടുക്കേണ്ടതില്ല. കാരണം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിൻ്റെ മേലെയാണ് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഓൺ പ്രോഫിറ്റ് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. എവിടെ? റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 3 ലാസ്റ്റ് പാർട്ടായിട്ട് അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം റൈറ്റ് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് കാണിക്കും റവന്യൂ അക്കൗണ്ടിൽ. ഓക്കെ, അത് പ്രോഫിറ്റിൻ്റെ മേലെയാണെങ്കിൽ. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ നമ്പർ 12 ദാറ്റ് മീൻസ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇനി ഇവിടെ മിയർ ടാക്സ് എന്നുള്ള കേസ് പറയുകയാണ്. അത് ക്വസ്റ്റ്യൻ്റെ മേലെ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് 2 വാല്യൂ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഗ്രോസ് വാല്യൂ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് വരും, എന്നിട്ട് ബ്രാക്കറ്റിൽ ഗ്രോസ് എന്ന് പറയും, ദെൻ നെറ്റ്. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രോസ് വാല്യൂ ആണ് തന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന എമൗണ്ടിൻ്റെ മേലെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് എമൗണ്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഷെഡ്യൂൾ നമ്പർ 12 റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ട്രീറ്റ് ചെയ്യാനൊന്നും പോകണ്ട, ആ ട്രീറ്റ് ചെയ്ത എമൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകരുത്. അത് ഷെഡ്യൂൾ നമ്പർ 12 അവർ ട്രീറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതുപോലെ പ്രോഫിറ്റിൻ്റെ മേലെ, അതായത് നെറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ മേലെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റിൻ്റെ മേലെ ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിലാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഏത്? ദാറ്റ് മീൻസ് ഗ്രോസ് എമൗണ്ട് ആണ്, അതായത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിൻ്റെ ഗ്രോസ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിലുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ 2 ഫാക്റ്റാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ്. അതായത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് വിത്തിൻ ബ്രാക്കറ്റിൽ ഗ്രോസ് ഓർ നെറ്റ്. അപ്പോൾ ഗ്രോസ് എമൗണ്ട് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 റൈറ്റ് ചെയ്യുന്നു, നെറ്റ് എമൗണ്ട് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ റൈറ്റ് ചെയ്യുന്നു. അത്രമാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിലാണെങ്കിലും റവന്യൂ അക്കൗണ്ടിലാണ് വരിക, ദെൻ നെറ്റ് എമൗണ്ട് ആണെങ്കിലും റവന്യൂ അക്കൗണ്ടിലാണ് വരിക. ഇതിൻ്റെ നെറ്റ് എമൗണ്ട്, ഇതിൻ്റെ ഗ്രോസ് എമൗണ്ട് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 12 നമ്മൾ റൈറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ 10 ഐറ്റം സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് റവന്യൂ അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക.